ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ വീടൊരുക്കം എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നിർമ്മിച്ചു കൊടുത്ത വീട് സംപ്രീതം. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒന്നും പറയാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മൾ മുറ്റമടക്കം വിരിച്ചിട്ടാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2020 ജനുവരി 26 തുടങ്ങി ഈ മാർച്ച് 26 ഞങ്ങളത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ വീടൊരുക്കം എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നിർമ്മിച്ചു കൊടുത്ത വീട് സംപ്രീതം. എന്താണ് വീടൊരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവുമായിരിക്കും. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. തമിഴ്നാട്ടിൽ കണ്ടതുപോലെ നമുക്ക് ഒരു ലക്ഷറി രീതിയിൽ 707 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്തു തീർത്തിരിക്കുകയാണ്. അതിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ഇതിനും എത്ര രൂപയായി എന്നുണ്ടാകും. കൂടാതെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ടാകും. അപ്പോൾ വളരെ സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടെ എൻ്റെ വീട് എങ്ങനെ ചെയ്തോ അതുപോലെ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്ന ഒന്നാണ് സംപ്രീതം. അത് കാണാനായിട്ട് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് വീടൊരുക്കം എന്ന് ആദ്യം പറയാം. നമ്മളിത് ആലോചിക്കുന്നത് 2025-ലാണ്. അതായത് നമ്മുടെ നാട്ടിലെ ലൈഫ് ഫാഷനിൽ പോലും പല സാഹചര്യങ്ങൾ കൊണ്ട് വീട് കിട്ടാത്ത ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരിൽ ഒരാളെ കണ്ടെത്തി നമ്മളൊരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ചൊരു കാര്യം. 2025 അല്ല, 2024-ലാണ് കേട്ടോ ഇതിൻ്റെ ആലോചനകൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പേഴ്സ് വഴി, ആശാ വർക്കേഴ്സ് വഴി കോർഡിനേറ്റ് ചെയ്ത് 3 പഞ്ചായത്തിൽ നിന്ന് 21 പേരെയാണ് നമ്മൾ അതിനായിട്ട് കണ്ടെത്തിയത്. ഈ 21 പേരിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക എന്നത് വളരെ ടാസ്ക്ഫുൾ ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അതിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതിൽ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പം ഈ പറഞ്ഞ സ്ഥലം അവരുടെ പേരിലായിരിക്കത്തില്ല. സ്ഥലം കസ്റ്റമർക്ക് ഉണ്ടായിരിക്കണമായിരുന്നു എന്നതായിരുന്നു ഞങ്ങൾ വെച്ചൊരു നിബന്ധന. കാര്യം അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്ര എക്സ്പെൻസ് കൂടി വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരാൾക്ക് വീട് ചെയ്തു കൊടുക്കുക എന്ന ഉദ്ദേശപ്രകാരം തുടങ്ങിയ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ ബൈ വീടൊരുക്കം, അല്ലെങ്കിൽ വീടൊരുക്കം ബൈ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ പദ്ധതി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ആളെ കണ്ടെത്തിയത് നമ്മുടെ തിരുവഞ്ചൂർ തന്നെ മണ്ണാർക്കാട് പഞ്ചായത്തിലാണ് തിരുവഞ്ചൂർ വരിക. അതിൽ നമ്മുടെ 2ാം വാർഡ് മെമ്പർ സിന്ധു ചേച്ചി തന്ന 7 പേരിൽ നിന്ന് ഒരാളായിട്ടുള്ള പ്രീത, അതുപോലെ തന്നെ നമ്മുടെ സജി ചേട്ടൻ, അവരുടെ മക്കൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംപ്രീതം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ പേര് തന്നെ സംപ്രീതം എന്നുള്ളത് തന്നെ പ്രീത, സജി എന്നുള്ളത് ചേർത്ത്, പിന്നെ നമ്മുടെ ആ ഒരു കോൺസെപ്റ്റുമായിട്ടൊക്കെ ചേർന്ന് വന്നു സംപ്രീതം. അങ്ങനെയാണ് ഈ സംപ്രീതം ഒരുങ്ങിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ തുടങ്ങിയത് 2021 ജനുവരി 26 നമ്മുടെ ദിനേശ് പണിക്കർ സാറായിരുന്നു കല്ലിട്ടത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഈ വരുന്ന 2026 മാർച്ച് 26 ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ഇതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാനിതിനെ വെച്ചിരിക്കുന്നത്. കാര്യം ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, സാധാരണ നമ്മളൊരു വീട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഒരു പിടി മുന്നിലായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതൊരുവിധം പൂർത്തിയാക്കാൻ പറ്റി എന്ന് ചിന്തിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും, അത് അടുത്തതിൽ പരിഹരിക്കാൻ ശ്രമിക്കും എന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ ബഡ്ജറ്റ് ഇതിനകത്തൊരു വലിയ കൺസേൺ ആണല്ലോ. സോ അങ്ങനെ ചെയ്തിരിക്കുന്ന സംപ്രീതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ എന്താണ് വീടൊരുക്കം എന്നാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്തത്. ഇനിയും അടുത്ത വർഷങ്ങളിൽ വീടൊരുക്കം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് 1ാമത്തതാണ്. ഇനി അടുത്ത പത്തനംതിട്ട കൊടുമണ്ണിൽ 29-ാം തീയതി നമ്മുടെ 2ാമത്തെ ഹാൻഡ് ഓവർ ഉണ്ട്. അത് നമ്മുടെ 2ാമത്തെ വീടാണ്. അതിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് ദേവസുമം എന്നാണ്. അപ്പോൾ നമുക്ക് സംപ്രീതത്തെക്കുറിച്ച് അറിയാം. ഓക്കെ, ഇതിങ്ങനെ പൂർത്തിയാക്കിയിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ മുറ്റമടക്കം വിരിച്ചിട്ടാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ 5 സെൻറ്റ് സ്ഥലമായുള്ളത്. 5 സെൻറ്റ് സ്ഥലം അവരുടേതായിരുന്നു. ഈ 5 സെൻറ്റ് സ്ഥലത്ത് കോമ്പാക്റ്റ് ആയിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നായിരുന്നു ചിന്തിച്ചത്. ഇത് ഡിസൈൻ ചെയ്തത് ശങ്കരപ്രിയാണ്, എൻ്റെ എന്താ പറയുന്നത് അളിയൻ്റെ ഭാര്യയാണ് കേട്ടോ. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ശങ്കരിയോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിളിക്കുന്ന അങ്ങനെയാണ്, ശങ്കരിയോട് ഞാൻ പറഞ്ഞത്, ശങ്കരി വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം, നമുക്കൊരു 700-800 സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കണം, സ്പേസ് കൃത്യമായിട്ട് ഉള്ളിൽ കിട്ടണം, എലവേഷന് ഒരു വലിയ ഹൈറ്റ് ഫീൽ ചെയ്യണം, ഒറ്റ നിലയാണെങ്കിൽ നമുക്കത് കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു വലിയ ഫീൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണോ ശങ്കരി ഡിസൈൻ ചെയ്തത് അതുപോലെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾ ഡിസൈൻ ചെയ്ത സമയത്ത് എലവേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ശരിക്കും എലവേഷൻ്റെ ഫ്രണ്ട് എലവേഷൻ്റെ നമ്മൾ ഇച്ചിരി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ മറ്റൊരു എലവേഷനൂടെ കൊടുത്തിട്ടാണ് ഈ വീടിന് ഇത്രയും ഹൈറ്റ് ഫീൽ ചെയ്യുന്നത്.
യഥാർത്ഥത്തിൽ നമുക്കൊരു എന്താ പറയുക 14 അടി വരെ, അല്ലെങ്കിൽ 16 അടി വരെ, 15 അടി വരെ ഹൈറ്റ് ഇട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ശങ്കരി ചെയ്ത ഡിസൈൻ, ഇത് കൺസ്ട്രക്ഷൻ ചെയ്തത് പൂർണ്ണമായിട്ടും നമ്മുടെ AR കൺസ്ട്രക്ഷൻ അനിച്ചേട്ടനായിരുന്നു. ഞാനിത് ആലോചിക്കുന്ന സമയത്ത് അനിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, നമുക്കിത് ചെയ്യാൻ പറ്റും. ചേട്ടൻ ഒന്നും ആലോചിച്ചില്ല, അപ്പോൾ തന്നെ മോനെ നമ്മളിത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അനിച്ചേട്ടൻ ഇത് പിടിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺസ്ട്രക്ഷൻ അനിച്ചേട്ടൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുന്നത്, മൊത്തം ഇതിനകത്തുള്ള വർക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ആൾക്ക് സാധിച്ചു. ഇത് ടോട്ടൽ 5 സെൻറ്റാണ്. 5 സെൻറ്റിൽ 707 സ്ക്വയർ ഫീറ്റ് 2 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബ്രിക്ക് ഏതാണ് എന്നായിരുന്നു. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പൂർണ്ണമായിട്ട് എംബ്രിക്കാണ്. എംബ്രിക്കിൻ്റെ 8 ഇഞ്ച് കട്ട, സിംഗിൾ സ്റ്റോറി ആണ്ട് 8 ഇഞ്ച് കട്ട മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എംബ്രിക്ക് അന്ന് എനിക്ക് എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 50 രൂപയാണ്. ഇന്നും ആ റേറ്റ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ അനൂപിൻ്റെ കറുകച്ചാലിൽ നിന്ന് അനൂപിൻ്റെ എംബ്രിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടിലും ചെയ്തത് അത് തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നേ തന്നെ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഇത് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അനിച്ചനോട് പറഞ്ഞു, AR കൺസ്ട്രക്ഷനോട് പറഞ്ഞു, ചേട്ടാ ഇതിലാണ് ചെയ്യേണ്ടത്, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ചെയ്തു. വളരെ ഫാസ്റ്റായിട്ട് നമ്മളത് ചെയ്തു തീർക്കുമായിരുന്നു ഉണ്ടായത്. ഇനി ഇതിൻ്റെ ജനാലകളിലോട്ടും വിൻഡോസിലോട്ടും വരാം. കാര്യം അത് പറയുമ്പോൾ എനിക്കൊന്നുകൂടെ എടുത്തു പറയാനുണ്ട്. കാര്യം നമ്മളാണ് ഡിസോളാണ് ഇവിടെ ഫുള്ളായിട്ട് വിൻഡോസ് ആൻഡ് വിൻഡോസും ഡോസും ചെയ്തിരിക്കുന്നത്. അവിടെ ഈ കാണുന്നത് നമ്മുടെ സ്റ്റീൽ വിൻഡോയാണ്. ടാറ്റയുടെ സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്വയർ ട്യൂബാണ് നമ്മൾ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് നമ്മൾ ഇതിൽ തന്നെ എപ്പോക്സി പ്രൈമർ അടിച്ച് നമ്മളിവിടെ വയ്ക്കുന്നു. ദെൻ അതിനുശേഷം നമ്മുടെ ബാഡോ ഹോം ഡിപ്പോഡ് തന്നെയാണ് ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ ഫുള്ള് ഇനാമൽ പെയിൻറ്റ് കൊടുത്ത് ഗ്രേ കളർ, നമ്മുടെ വീടിൻ്റെ കളറും ഈ പറഞ്ഞ ഗ്രേ ആയതുകൊണ്ട് താഴെയൊക്കെ ഗ്രേ ഉണ്ട്, പൂർണ്ണമായിട്ടും ഗ്രേ കളറാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ജനാലകൾക്കെല്ലാം ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ പറയുക, ഇവിടെ അകത്തുള്ള ജനാലകൾക്കും ആ ഒരു ഗ്രേ കളർ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കണം. ഡിസോളിൻ്റെ ജനാലകളാണ്. ഇവിടെ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാത്റൂമിലുമൊക്കെ നമ്മൾ നമ്മുടെ മറ്റേ ഈ പറഞ്ഞ പോലെ വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് ഇതേ കളറ് ഇതേ രീതിയിൽ നമ്മളങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പെയിൻറ്റിങ് ഫുള്ള് ബാഡോ ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തിരുവഞ്ചൂർ തന്നെയുള്ള പിള്ളേരാണ്, അശ്വിൻ. അപ്പോൾ അവരാണ് ഫുള്ള് പെയിൻറ്റ് കാര്യങ്ങൾ നമുക്ക് തന്നതും പെയിൻറ്റ് ചെയ്തതും ഒക്കെ അവരുടെ ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ എന്നാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റ് റെയിൻ ഗാർഡ് എന്ന് പറഞ്ഞ പെയിൻറ്റാണ്. അതായത് ഇത് നമ്മൾ പുറത്ത് യൂസ് ചെയ്തിരിക്കുന്ന ജിപ്സം തന്നെയാണ്. ജിപ്സത്തിൻ്റെ വാട്ടർ പ്രൂഫ് ജിപ്സമാണ്, വൃത്ത് ലൈം പ്ലാസ്റ്ററാണ് നമ്മൾ പുറത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുകളിലോട്ട് നമുക്ക് റെയിൻ ഗാർഡ് ചെയ്യുമ്പോഴത്തേക്ക് തീരെ വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ നമുക്ക് പിന്നീട് ഒരു വാട്ടർ പ്രൂഫിൻ്റെ ആവശ്യമില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ് പെയിൻറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ ചെയ്യിക്കുന്ന ജിപ്സവും വാട്ടർ പ്രൂഫ് ജിപ്സമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് പൂർണ്ണമായിട്ടും ഈ വീട് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോണ്ടംപററി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു മുറ്റം ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇത് മുറ്റം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാര്യം ചെയ്തു വരുമ്പോഴത്തേക്ക് എത്ര ബഡ്ജറ്റ് വരുമെന്ന് നമുക്കറിയത്തില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മുറ്റം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ചെയ്തിരിക്കുന്നത് ടാണ്ടൂർ സ്റ്റോണാണ്. ശരിക്കും ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഗ്യാസ് അവൈലബിൾ അല്ല. ഈ ബാംഗ്ലൂർ സ്റ്റോൺ കട്ടിങ്ങിനും ഫ്ലെയിമിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന ഗ്യാസാണ്, LPG ആണ്. അത് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇവിടെ ടാണ്ടൂർ സ്റ്റോണാണ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് 2x1 സൈസിലുള്ള ടാണ്ടൂർ സ്റ്റോൺ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ കാഞ്ഞിരപ്പള്ളി, കോട്ടയം കാഞ്ഞിരപ്പള്ളി എഡ്ജ് ലാൻഡ്സ്കേപ്പിംഗ് ആയിരുന്നു. ഈ എഡ്ജ് തന്നെയാണ് എൻ്റെ വീട്ടിലും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന 100% പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, 100% വർക്ക് ആയിക്കോട്ടെ, എൻ്റെ വീട് ആനന്ദത്തിൽ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ 3 അടി എടുത്ത് അവിടെ ചെയ്ത്, അതായത് കുറച്ച് മണ്ണ് എടുക്കാനുണ്ടായിരുന്നു, ആ മണ്ണ് എടുത്ത് കൃത്യമായിട്ട് ബാക്കി ജിപ്സും കാര്യങ്ങളും ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു മുറ്റം നമുക്കിതാ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഏരിയ നിറച്ച് നമുക്ക് മുറ്റം ചെയ്തിട്ടുണ്ട് നമ്മുടെ എഡ്ജ് ലാൻഡ്സ്കേപ്പിംഗ്. ഇനി എടുത്തു പറയേണ്ടത് നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറിംഗ് ആണ്. ഒരേ ഫ്ലോറിംഗ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. അതായത് ഇവിടെയും ചെയ്തിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലാണ്, അകത്തും ചെയ്തിരിക്കുന്ന വെട്രിഫൈഡ് ടൈലാണ്. വെട്രിഫൈഡ് പ്രീമിയം ടൈല് സിൽവാൻ ടൈൽസിൽ നിന്നാണ് നമ്മൾ ടൈല് പൂർണ്ണമായിട്ടും നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 4x2 സൈസാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ അകത്ത് കയറുമ്പോൾ കൃത്യമായിട്ട് ഒന്നുകൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയും ചെയ്തിരിക്കുന്ന വെട്രിഫൈഡ് ടൈല് നമ്മൾ പ്രത്യേകിച്ച് ഗ്രാനൈറ്റോ അങ്ങനെയുള്ള ഫുൾ ബോഡി ടൈലുകളോ ഒന്നും കൊണ്ടുപോയില്ല. പൂർണ്ണമായിട്ട് ഈ ടൈല് തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ 2 കസേര സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് ഒന്ന് പറയാം നിങ്ങളുടെ ഒരു ഐഡിയയ്ക്കായിട്ട്. നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന വീതി സ്റ്റെപ്പ് ഉൾപ്പെടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 10 അടി നീളം, അതുപോലെ തന്നെ 4, 4, 8 10 അടി വീതി, 10 അടി നീളം 10 അടി വീതിയിൽ സ്റ്റെപ്പ് ഉൾപ്പെടെയാണ് പറഞ്ഞ വീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡോറിലേക്ക് വരാം. ഇത് നമ്മുടെ ഡീസോളിൻ്റെ ഡോറാണ്. 6 ഇഞ്ച് കട്ടള കൊടുത്ത് ചെയ്തിരിക്കുന്ന SD200 എന്ന് പറയുന്ന ഡോറ്. ഇതിൻ്റെ റീൽസ് ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് നമുക്കായിരിക്കുന്നത് 32,000 രൂപ MRP ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് നമുക്ക് ഏതാണ്ട് 29 രൂപ. നമുക്കിപ്പോൾ ഒരു ഓഫർ നടക്കുന്നതുകൊണ്ട് ആ റേറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ഒരു ഹോട്ട് കേക്കാണ്. 16 ലോക്ക് വരുന്ന SD200 എന്ന് പറയുന്ന
ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ 1 ടൺ വിഡ്ത്ത് വരുന്നു. ദെൻ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 ടൺ ഹൈറ്റ് വരുന്ന പ്രോഡക്റ്റ്. 1 ടൺ എന്ന് പറയുമ്പോൾ 108 അതാണ് അതിൻ്റെ ആക്യുറേറ്റ്. മുകളിലോട്ട് വരുമ്പോൾ 2 ടൺ ഹൈറ്റിൽ വരുന്ന SD200 ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ SD77 എന്ന ഡോറാണ് നമ്മുടെ കിച്ചണിന് പുറകോട്ട് ഇറങ്ങുന്നത്. അതായത് ഔട്ട്സൈഡ് ഡോറായിട്ട് SD77 ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇൻറ്റീരിയർ ഡോർ, അതായത് ബാത്റൂം ഡോറുകളെല്ലാം തന്നെ നമ്മുടെ തന്നെ ഡീസോൾട്ട് തന്നെ FRP ഡോറുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തേക്കൊന്ന് കയറാം. ഞാൻ പറഞ്ഞു ഇത് 707 സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മളിത് ലിവിങ് ഏരിയ ആക്ച്വലി ഇതിനൊരു പാർട്ടീഷൻ കൊടുത്തിട്ടില്ല. കാര്യം 707 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് ചെറിയ ഒരു ഏരിയ ആയതുകൊണ്ട് ലിവിങ് ഏരിയ നമുക്ക് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരെ ചെറുതായിട്ട് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് ആ ലിവിങ് ഡൈനിങ് എന്നുള്ളത് ഓപ്പൺ ആക്കി എടുത്തു. അപ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും ചേർന്നിട്ട് ഒരു പാർട്ടീഷൻ നമ്മളോട് കൊടുക്കാത്തതിൻ്റെ ഒരു റീസൺ തന്നെ അതാണ്. ഇതിനകത്ത് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ആണ് ചെയ്തിരിക്കുന്നത്. ജെംപ്ലാസ്റ്റ് ആണ് ജിപ്സം പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർ കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ചെയ്തത് അവരായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ചെയ്ത സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജെംപ്ലാസ്റ്റിന് ജിപ്സം പ്ലാസ്റ്ററിങ് ഫുള്ള് ഭിത്തിയിലും അതുപോലെ തന്നെ ഭിത്തിയിൽ നിന്ന് നേരെ പൊങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ നമ്മൾ സീലിങ്ങിന് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. ജിപ്സം സീലിംഗ് അല്ല, ജിപ്സം പ്ലാസ്റ്റർ തന്നെ മേളിൽ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കഴിഞ്ഞ് ബാക്കി ഫർണിച്ചറിലേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഫ്ലോർ ചെയ്തിരിക്കുന്നത് 4x2 ടൈലാണ്. 4x2 ടൈൽ എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സിൽവാൻ ടൈൽസിൻ്റെ അസർവ എന്ന് പറഞ്ഞ ടൈലാണ്. എൻ്റെ വീട്ടിൽ എടുത്തിരുന്നത് സിൽവാനിൽ നിന്ന് തന്നെ അസർവയുടെ ടൈലായിരുന്നു. അന്ന് പലരും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താ പറയുന്നത് ഓക്സൈഡ് ബ്ലൂ എന്ന് പറയുന്ന ജോൺസൻ്റെ ടൈല്, പിന്നെ അത് കൂടാതെ സൺഹേർട്ടിൻ്റെ ടൈല്, അസർവയുടെ ടൈല്, ഇങ്ങനെ 3 മിക്സ് ചെയ്തായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലെടുത്തത്. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും അസർവയുടെ ടൈലാണ്. 4x2 സൈസാണ്. ഇതൊരു ബേബി സാറ്റിൻ മാറ്റ് ഫിനിഷുള്ള ടൈലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഈ ടൈലിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറഞ്ഞത് 52 രൂപയായിരുന്നു. എനിക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടി. ബേബി സാറ്റിൻ ഭയങ്കര സോഫ്റ്റ് മാറ്റാണ് കേട്ടോ. അങ്ങനെയുള്ള ആ ഒരു അസർവ ടൈലാണ് ഈ വീട് മൊത്തം നമ്മൾ വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കേരളത്തിലായിരുന്നു അവർ സർവീസ് ചെയ്യുവേ. ഇനി നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് വരാം. ലിവിങ് ഏരിയ മാത്രം ഒരു പാർട്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 12 അടി വീതി, അതുപോലെ തന്നെ എത്രയായി 2, 4, 6 അടി നീളം. ഈ വീതി ഈ നീളം എടുത്തു കഴിഞ്ഞാൽ 6 അടി നീളം, അതുപോലെ 12 അടി വീതി. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വുഡിൻ്റെ. ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് വേറെ എക്സ്ട്രാ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സിംഗിൾ ചെയേഴ്സ് 1, 2 ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നടുക്കൊരു സെൻറ്റർ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെടി വരും കേട്ടോ, ഒരു ആർട്ടിഫിഷ്യൽ ചെടി ഇവിടെ വരും. അത് നമുക്കിവിടെ എത്തിയിട്ടില്ല. പിന്നെ അത് കൂടാതെ നമ്മുടെ ജനാലയിലേക്കുള്ള കർട്ടനും വരും. കർട്ടൻസ് ആൻഡ് ബ്ലൈൻഡ്സ് പൂർണ്ണമായിട്ടും നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ അന്ന ഫാഷൻസ് ആൻഡ് വിൻഡോസ് ആണ്. സഹിച്ചേട്ടൻ പുള്ളി എൻ്റെ വീട്ടിൽ ചെയ്ത ആൾ തന്നെയാണ്. അത് നമുക്ക് ബുധനാഴ്ചയെ കയറത്തുള്ളൂ. ഞാൻ പറയാം, ഹൗസ് വാമിങ് 26-ാം തീയതിയാണ്, വ്യാഴാഴ്ച. തലേ ദിവസം കർട്ടൻ മാത്രമാണ് നമുക്കിവിടെ ഒരു ബാലൻസ് ഉള്ളത്. പിന്നെ ആ പറഞ്ഞ ചെടിയും ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫർണിച്ചർ മുഴുവൻ എടുത്തിരിക്കുന്ന ഡോറിസ് ഫർണിച്ചറിൽ നിന്നാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ഡോറിസ് ഫർണിച്ചറിൽ നിന്നാണ് ഈ ഫർണിച്ചർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഇതും എടുത്തിരിക്കുന്ന ഡോറിസിൽ നിന്ന് തന്നെയാണ്. അതും വുഡൻ ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ വുഡൻ ചെയർ പ്ലസ് സെൻറ്റർ ടേബിൾ എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവിടെ ആ സ്പേസ് പോകാതിരിക്കാനായിട്ട് നമ്മളിത് ഓപ്പൺ ആക്കി എടുത്തു എന്നൊരു പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മുടെ എയർ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ഇവിടെ നമുക്കൊരു സ്പേസ് വന്നായിരുന്നു. ആ സ്പേസിനെ ഞങ്ങൾ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് പുറത്തേക്ക് തള്ളിയാണ് എടുത്തിരിക്കണേ. അപ്പോൾ നാളെ ഇവർക്ക് അപ്സ്റ്റെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് സ്റ്റെയർ എടുക്കാം. അപ്പോൾ ആ സ്റ്റെയറിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വരും ഈ ഒരു ഏരിയ. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ ബോഡി പെട്രിഫൈഡ് ടൈലായിരുന്നു. അതും നമ്മുടെ സിൽവാനിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഫുൾ ബോഡി പെട്രിഫൈഡ് ടൈല് അതിലോട്ടാണ് നമ്മൾ ഈ വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്ലോറിൽ ഒട്ടിച്ച ടൈല് തന്നെ ഇവിടെ ഭിത്തിയിലും കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെ ഒരു ടവൽ റാഡും കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ലൈറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് സീലിംഗ് കൊടുത്തിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് സീലിങ്ങിലേക്കായിട്ടായിരുന്നു ലൈറ്റ് ചെയ്തത്. ലൈറ്റ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ A1 ഇലക്ട്രിക്കൽസ് ആണ്. നമ്മുടെ സ്നേഹ ട്രേഡേഴ്സ് അവിടെ നിന്നായിരുന്നു എൻ്റെ ഇലക്ട്രിക്കൽ ഐറ്റംസ് മുഴുവൻ ഞാൻ പർച്ചേസ് ചെയ്തത്. കൊച്ചിയിലുള്ള അമൽ, അത് നമ്മുടെ ഫ്രണ്ടാണ്. അമലിൻ്റെ ഷോറൂമിൽ നിന്നാണ് പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ലൈറ്റ്, അതുപോലെ സ്വിച്ച്, എക്സോസ്റ്റ് ഫാനുകൾ ഒക്കെ എടുത്തിരിക്കുന്ന അമലിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ലിവിങ് ഏരിയയുടെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞു വരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, അതായത് 18 അടി നീളം, അതുപോലെ തന്നെ 12 അടി വീതിയിലാണ് ഈ ഏരിയ
ഈ ലിവിങ് ഏരിയ പൂർണ്ണമായിട്ട് വിത്ത് ഡൈനിങ് എന്നുള്ളത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. കിച്ചൺ നമ്മൾ മോഡുലാർ കിച്ചൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിച്ചൺ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആശ സ്പെക്ട്രോ ഡെക്കോറാണ് ഇവിടെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ വെറ്റ് ഏരിയ ഈ ഏരിയ പൂർണ്ണമായിട്ട് WPCയും ബാക്കി ഏരിയ ഫുള്ളായിട്ട് 710 മറൈൻ പ്ലൈവുഡുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏരിയ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 അടി നീളം അതുപോലെ തന്നെ 7 അടി വീതിയിൽ കിച്ചൺ വന്നിരിക്കുന്നു. ഒരു ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള കിച്ചണാണ്. അതിൽ നമുക്ക് ഇവിടെ അപ്പർ ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. ആക്സസറീസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അപ്പർ ഏരിയാസ് എല്ലാം തന്നെ, അതായത് ലോഫ്റ്റുകളെല്ലാം തന്നെ മുകളിൽ ഏരിയാസ് മുഴുവൻ ചെയ്തിരിക്കുന്ന മറൈൻ പ്ലൈവുഡിലും പ്ലസ് വൈറ്റ് ലാമിനേറ്റ്, താഴെ വന്നിരിക്കുന്നത് വുഡൻ ലാമിനേറ്റ് കൊടുത്തുകൊണ്ടുള്ള ആ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മുടെ സ്റ്റൗ വന്നിരിക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പ്. ഇവിടെ നമുക്ക് ചിമ്മിനിയില്ല, അടുപ്പ് മാത്രമേ ഉള്ളൂ. ഇത് ഗ്ലെന്നിൻ്റെ അടുപ്പാണ്. നമുക്കിവിടെ താഴേക്ക് ഇറക്കി വെച്ചില്ല, അതുകൊണ്ട് തന്നെ സ്ലിം സീരീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ റീല് ഞാൻ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് വരുന്നത് 12,000 രൂപയാണ് ഈ പ്രൊഡക്റ്റിന് വന്നിരിക്കുന്നത്. 2 വർഷം വാറൻറ്റിയോട് കൂടി ഗ്ലാസ് ടോപ്പോട് കൂടി. ആ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മാറ്റ് ഗ്ലാസ് ആണ്. സാധാരണ ഗ്ലോസി ഗ്ലാസ് വരുന്നിടത്ത് മാറ്റ് ഗ്ലാസ് ആണ്. ഫുള്ള് ബർണേഴ്സ് മുഴുവൻ കോപ്പറാണ്. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്ലിം സീരീസ് നമ്മൾ സെലക്ട് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ ആക്സസറീസ്, ഇവിടെയാണ് നമുക്ക് ആക്സസറീസ് വന്നിരിക്കുന്നത്. വയേർഡ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് പ്ലേറ്റ് വെക്കാനായിട്ടുള്ള സ്പേസും കൊടുത്തിട്ട് ഉള്ള ഒരു ഏരിയ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കിച്ചൺ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റുകളാണെങ്കിൽ തന്നെ മുകളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വോം ലൈറ്റ്, പിന്നെ ഒരു ട്യൂബും കൊടുത്തിട്ടാണ് നമ്മളിവിടെ കിച്ചൺ പൂർത്തിയാക്കിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ 2 സൈഡിലായിട്ടാണ് കൊടുത്തേക്കണത്. അപ്പോൾ 707 സ്ക്വയർ ഫീറ്റ് നമുക്ക് അങ്ങനെ കോമ്പാക്റ്റ് ആക്കാനായിട്ട് 2 ബെഡ്റൂമുകൾ 2 സൈഡിലായിട്ട് കൊടുത്തു. 2 അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമായി, ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ പെയിൻറ്റുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ജെം പ്ലാസിൻ്റെ ജെം പ്രൈമറാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പ്രൈമർ. നമുക്കിതിന് മുകളിൽ വേണേൽ പെയിൻറ്റ് അടിക്കാം. പക്ഷേ പെയിൻറ്റ് അടിക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് 25-30 രൂപ വരുന്ന സ്ഥലത്ത് നമുക്ക് ഒരു 9 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് തീർക്കാം. ഞാനതൊരു എക്സ്പെൻസ് കുറച്ച് കാണുന്നു. നമ്മുടെ റീൽ ഇട്ടപ്പോഴത്തേക്ക് ഈ സ്കർട്ടിങ് അകത്തോട്ട് ഫ്ലഷ് ചെയ്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമായത് കൊണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പുറത്ത് തന്നെ കൊടുത്തത്. അതിന് ഇച്ചിരി എക്സ്പെൻസ് കൂടും. നമ്മൾ ഇതിനകത്തൊരു എക്സ്പെൻസ് നോക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. വരുന്ന പ്രാവശ്യം നമുക്കത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് വരാം. ഫസ്റ്റ് ബെഡ്റൂം സൈസ് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. 1, 2, 3, അതായത് 8 1 9 അടി നീളം, 1 2 3 4 5 10 അടി വീതി, 9 10 എന്ന സൈസിലാണ് നമ്മുടെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെ ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ബെഡ് കോട്ട് നമുക്ക് ക്യൂൻ സൈസ് ബെഡ് കോട്ടാണ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തത്. നമ്മുടെ സ്പെക്ട്രോ ഡെക്കോറാണ്. സ്പെക്ട്രോ ഡെക്കറിൻ്റെ ഒക്കെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് വാർഡ്രോബാണ്. വാർഡ്രോബ് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ വാർഡ്രോബിൽ ആക്സസറി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഹാങ്കർ ഹോൾഡർ കൊടുത്തുകൊണ്ടാണ് വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ സ്റ്റോറേജും കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു 2 ഡോർ വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇനി ഇത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് നമ്മുടെ ഡീസോൾ എന്നുള്ള FRP ഡോറാണ്. ഞാൻ പറഞ്ഞിരുന്ന FRP ഡോറുകൾ നമ്മൾ ബാത്റൂമിന് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ വന്നിരിക്കുന്ന ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൽ നിന്നാണ്. നമ്മുടെ തന്നെ പ്രൊഡക്റ്റാണ്. ഇതാണ് ബാത്റൂം. ബാത്റൂം സൈസ് നമ്മൾ അല്പം പോലും കുറച്ചിട്ടില്ല. എല്ലാ ആക്സസറീസും ചെയ്തിട്ടുണ്ട്. അത് നോക്കുവാണെങ്കിൽ 250-150 സൈസുള്ള ബാത്റൂമാണ്. നമ്മുടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് വോളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ ഫ്ലോർ ടൈൽ വന്നിരിക്കുന്നത് കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ഗ്രേ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷവർ ഉൾപ്പെടെയുള്ള എല്ലാ ആക്സസറീസും വെച്ച് അവിടെ നമുക്ക് സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മളെ സാനിറ്ററി വേസ്റ്റ്, ടൈലല്ല ഞാൻ പറഞ്ഞത്, സാനിറ്ററി വേസ്റ്റ് പൂർണ്ണമായിട്ട് എടുത്തിരിക്കുന്ന അബാബിയിൽ നിന്നാണ്. അബാബിലിൻ്റെ വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അവർ ടൈലും സാനിറ്ററി ഒക്കെ ഉള്ളതാണ്. ഇവിടെ സാനിറ്ററി പൂർണ്ണമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന അബാബിയിൽ നിന്നാണ്. ടോട്ടൽ ഏതാണ്ട് 8,000 രൂപയായിട്ടുള്ളൂ. ഈ ആക്സസറീസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഈ ബെഡ്റൂമും നമ്മൾ കുറച്ച് മുന്നേ അപ്പറേ പറഞ്ഞ സൈസ് തന്നെയാണ്. 9 10 സൈസിലുള്ള ബെഡ്റൂം. അവിടെ കാണിച്ചതുപോലെ തന്നെ മറൈൻ പ്ലൈവുഡിലാണ് നമ്മുടെ ക്യൂൻ സൈസ് ബെഡ് കോട്ട് ചെയ്തിരിക്കുന്നത്. അടിയിൽ സ്റ്റോറേജ് ഉണ്ട്. ഇത് ഉയർത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഉയർത്താൻ പറ്റാത്തതാണെന്നുള്ളൊരു ടെൻഷൻ വേണ്ട, ധൈര്യമായിട്ട് ഉയർത്താൻ പറ്റും. പിന്നെ അതാ നമ്മുടെ ഇവിടെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ലോങ് ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ള വാർഡ്രോബാണ്. അതും ആക്സസറീസ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിരിക്കുന്ന വാർഡ്രോബ്. ഭാഗത്ത് ലൈനർ ലാമിനേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത്. അപ്പറേ പറഞ്ഞതുപോലെ തന്നെയുള്ള സ്പേസ് കൊടുത്തുകൊണ്ടുള്ള ബാത്റൂം 250 × 150 എന്നുള്ള രീതിയിൽ ഇവിടെ പൂർണ്ണമായിട്ടും നമ്മുടെ FRP ഡോർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡീസോളിൻ്റെ. ഞാൻ ചോദിച്ചിരുന്നു ഈ ഫാമിലിയെ കാണിക്കണം എന്ന് ചോദിച്ചിരുന്നു. അതിനകത്ത് നിറച്ച് കമൻറ്റ് ഈ ഫാമിലിയെ കാണിക്കണം, ഒന്നും ആയിട്ട് കണക്കാക്കുന്നില്ല. ഇത് അവരുടെ ഒരു സന്തോഷമാണ്, അവരുടെ ഒരു ഹാപ്പിനെസ് ആണ്. സോ എനിക്ക് അവരുടെ ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന്. അതിനായിട്ട് നമുക്ക് നമ്മുടെ സംപ്രീതം ഫാമിലിയെ ഫസ്റ്റ് ആൻഡ് എന്താ പറയുന്നത് 1 ലാസ്റ്റ് ടൈം എന്ന് വേണം പറയാമല്ലേ,
ഈ ഫ്രെയിമിൽ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. അവർ ഒരു സന്തോഷം നിങ്ങളിലോട്ട് ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ ഫാമിലിയുണ്ട്. സംപ്രീതത്തിൻ്റെ പ്രീത ചേച്ചിയുണ്ട്, സഹിച്ചുണ്ട്. ഇവർ രണ്ടുപേരുടെയും പേര് ചേർത്തിട്ടാണ് ഈ വീടിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. വെറുതെ ഒരു ദിവസം രാത്രി, തലേദിവസം രാത്രി ഞാൻ വിളിച്ചു ചോദിച്ചു, പേര് ഇഷ്ടപ്പെട്ടോ സഹിച്ചേട്ടാ? ശരിക്കും ഇഷ്ടപ്പെട്ടു. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. പേര് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിളിച്ചു ചോദിച്ചു പേര് ഇഷ്ടപ്പെട്ടു. എടാ നിനക്ക് പേര് ഇഷ്ടപ്പെട്ടോ? നിന്റെ പേര് പറഞ്ഞേ. ആദിദേവ് ആണോ? മുഴുവൻ പേര് അങ്ങനെയാണോ? അങ്ങോട്ട് നോക്കി പറ. ആദിദേവ്. യെസ്. പേര് പറടാ. വൈകാശ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. വൈഷ്ണവ്, വൈകാശ്, ആദിദേവ്, സഹിച്ചേട്ടൻ, പ്രതിച്ചേച്ചി. ഇവരുടെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2020 ജനുവരി 26 നമ്മൾ തുടങ്ങി. 2026 മാർച്ച് 26 നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഒറ്റ കാര്യം ചോദിക്കാനുണ്ട്, സഹിച്ചേട്ടൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒന്നും പറയാൻ സെറ്റപ്പ് ആണോ? യെസ്. ചേച്ചി പറഞ്ഞാണ് ഇഷ്ടപ്പെട്ടു. പിന്നില്ല, അതാണ് ഒറ്റ സംഗതിയുള്ളൂ ഇതിനകത്ത്. പറഞ്ഞു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡിസൈൻ എങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്കത് പൂർണ്ണമായിട്ട് അതുപോലെ എത്തി എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഏട്ടാ നിനക്ക് വീട് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ ആണോ? കൊള്ളാം. സെറ്റപ്പ് ആണോ? നമ്മുടെ ഈ വീട്ടില് ഇവരുടെ എന്താ പറയുക, ഒരു വലിയ ഹാപ്പിനെസ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. വേറെ ഒന്നുമല്ല, ഇതിനകത്ത് വേറൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എല്ലാവിധ സന്തോഷത്തോടും കൂടെ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഹൗസ് വാമിന് തൊട്ട് ശേഷമാട്ടോ, അതിന് മുമ്പല്ല, ഇതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഈ ഫാമിലിക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ സഹിച്ചേട്ടാ എല്ലാവിധ അനുഗ്രഹങ്ങളോട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ചേച്ചി എല്ലാവിധ അനുഗ്രഹങ്ങളോട്ടെ. സെറ്റല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംപ്രീതം. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് നമ്മൾ നേടിയത് എന്തൊക്കെയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ക്യാഷ് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ധാരാളം പ്രൊമോഷൻ പ്രൊജക്റ്റുകൾ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പ്രൊജക്റ്റുകൾ നമ്മൾ സക്സസ് ആക്കിയിട്ടുണ്ട്. പല പ്രൊജക്റ്റുകളിൽ ഓൾമോസ്റ്റ് 99 പ്രൊജക്റ്റുകളും സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സാമ്പത്തികം എല്ലാം നേടുമ്പോഴും പലരും ചോദിക്കുന്നത് നിങ്ങൾ യൂട്യൂബേഴ്സ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം സാധിച്ച ഒന്നാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അത് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ആനന്ദത്തിൽ എങ്ങനെ നിന്നോ അതേ ആനന്ദത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആനന്ദം എന്നോ വീട്ടിലെ ആനന്ദത്തിൽ എങ്ങനെ നിന്നോ ആ ഒരു ആനന്ദത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. ഇനി തമിഴ്നാട്ടിൽ കണ്ട പോലെ വെച്ച് താമസിപ്പിക്കുന്നതിൻ്റെ റേറ്റ് കൂടി പറഞ്ഞേക്കാം. ഇതിന് നമുക്ക് ടോട്ടൽ, അതായത് ഈ വീട് കൺസ്ട്രക്ഷൻ, ദെൻ അതിൻ്റെ ലൈറ്റിങ്, അതിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ ഫ്ലോറിങ്, ഈ കാണുന്ന ലാൻഡ്സ്കേപ്പിംഗ് അടക്കം, ഈ കല്ല് വിരിച്ചടക്കം നമുക്കായിരിക്കുന്നത് 14,93,000 രൂപയാണ്. 14,93,000 രൂപ. 14,93,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റി എന്ന് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം അത്രത്തോളം നമുക്ക് നമ്മുടെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിവിഷൻസ്, അതായത് ഓരോ ഘട്ടത്തിലുള്ള ആ പ്രൈസ് ഡിവിഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള സംപ്രീതം പോലുള്ള വീടുകൾ തുടരാൻ സാധിക്കും എന്ന് വലിയൊരു പ്രാർത്ഥന എനിക്കുണ്ട്. നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളെ കാഴ്ചക്കാരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിത് സാധിച്ചത്. അപ്പോൾ ആ ഒരു അനുഗ്രഹവും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഈ കീ ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ടുണ്ടാവും. മാർച്ച് 26 ഞങ്ങൾ കീ ഹാൻഡ് ഓവർ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, നിങ്ങളിത് എങ്ങനെയാണ് പ്രൊജക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ ഇതുവരെ ചെയ്ത ഒരു വീടിൻ്റെ ഒരു പിടി മുകളിലാണ് ഇത് ചെയ്തത് എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം അതുപോലെ പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും പറഞ്ഞു തീരാത്തതിൻ്റെ കാര്യമാണ്. ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റി എന്നൊരു വലിയ കൃതാർത്ഥത എനിക്കുണ്ട്. അതുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള സംപ്രീതം പോലുള്ള പ്രൊജക്റ്റുകൾ മുന്നോട്ട് ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു വലിയ പ്രാർത്ഥന. അത് നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് എനിക്ക് കൈത്താങ്ങാവുന്നത്. സോ അത് നിങ്ങൾ എത്രമാത്രം ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. സോ വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ വാങ്ങുന്നു. നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതെനിക്ക് മാത്രമല്ല, ഈ വീട്ടിലെ ഫാമിലിക്കും ഉണ്ടായിരിക്കണം. പിന്നെ അത് കാണിച്ചതും കൂടുതലായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സന്തോഷം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ കാണിക്കാത്തത് കാണിക്കണമെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇവിടെ വാങ്ങുന്നു. ഇനിയും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ ഫ്രം സംപ്രീതം.